അറിവിലേക്ക്, അറിവിൽ നിന്ന് വാക്കുകളിലേക്ക്, വാക്കുകളിൽ നിന്ന് വേദത്തിലേക്കും സഞ്ചരിച്ച് അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, ദാരിദ്ര്യത്തിൽ നിന്ന് സുഖത്തിലേക്കും നമ്മെ നയിച്ചു. ഈ പ്രപഞ്ച നിയമമാകുന്ന മൃത്യുവിന് പോലും ചെന്നെത്താൻ കഴിയാത്ത പരമപദത്തിൽ എത്തിച്ചേർക്കാം നമ്മുടെ ഗുരു പരമ്പര. ആ ഗുരു പരമ്പരയെ ആദ്യം തന്നെ നമസ്കരിക്കണം. ശ്രീ വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടിയുടെ സാധനാമണ്ഡലത്തിൽ പൂത്ത ഒരാശയത്തിന് മുൻപിൽ അതിനോട് സമ്മതിക്കാനും അതിനെ ഉള്ളിലേക്ക് ആവിഷ്കരിക്കാനും സാധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രണമിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായി ഭാരതാംബയ്ക്ക് രത്നഗർഭ എന്നുള്ള ഒരു നാമമുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു വേദിയിലെ ഘനഗംഭീരമായ ആശയങ്ങളുടെ ആവിഷ്കാരം. അനേകം മഹത്വത്തിലാകുന്ന അല്ലെങ്കിൽ രത്നസദൃശിയായിട്ടുള്ള ആളുകളെ ഗർഭം ധരിക്കുകയാണ് ഭാരതമാതാവിന് ഈ ഒരു നാമം കൈവന്നിട്ടുള്ളത് എന്നുള്ളത്. നോക്കൂ, എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഉള്ളിലേക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇവിടെ തന്നിട്ടുള്ള വിഷയം കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബത്തിലെ ചൈതന്യത്തെ എങ്ങനെയാണ് നമ്മുടെ കർമ്മരംഗത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള ആശയത്തെയാണ് നമുക്ക് ഇപ്പോൾ സംവദിക്കാനുള്ളത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള് ഈ ലോകത്തിന് കൊടുത്തൊരു കത്തുണ്ട്. ഞാനൊരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലോ മറ്റേ പഠിക്കുമ്പോൾ സാമൂഹിക ശാസ്ത്രത്തിന്റെ ആദ്യ പേജിൽ ആ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്രകാരമാണ് ഈ കരുതൽ തടവിൽ കഴിയുന്ന ആള് പുറത്തു വന്നിട്ട് എഴുതിയ ഒരു കത്ത്. അദ്ദേഹം മറ്റുള്ള ജനങ്ങളോട് വിളിച്ചു പറയുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഒരിക്കലും ഈ ജന്മത്ത് കാണാൻ പറ്റാത്തൊരു കാര്യം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധാനന്തരം കോൺസെൻട്രേഷൻ ക്യാമ്പില് അനേകം കുഞ്ഞുങ്ങളെ ഒരു വിഷപ്പുക നിറച്ച ചേംബറിലേക്ക് കടത്തിവിട്ട് ശ്വാസം മുട്ടിപ്പിച്ച് വിഷപ്പുക ശ്വസിച്ച് കുട്ടികൾ മരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള എഞ്ചിനീയറിംഗ് കഴിഞ്ഞ യുവാക്കളാണ്. അദ്ദേഹം ഓരോ കാര്യം പറയുമ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിദ്യാഭ്യാസം എന്ന്. അടുത്ത കാര്യം ഇതുപോലെ തന്നെയാണ്. എത്രയോ നഴ്സുമാരും ഡോക്ടർമാരും അനേകായിരം കുട്ടികളെ വിഷം നിറച്ചു വെച്ച സിറിഞ്ച് കൊണ്ട് കുത്തി കൊല്ലുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് അവസാനം ഈ കത്ത് അവസാനിപ്പിക്കുന്നത് എനി എഡ്യൂക്കേഷൻ വിത്തൗട്ട് എ ക്യാരക്ടറൈസ് ദാറ്റ് ഈസ് യൂസ്ലെസ് ആൻഡ് ഡേഞ്ചറസ് എന്ന പറഞ്ഞുകൊണ്ടാണ്. എന്നൊരു വാക്ക് വെച്ചാണ് ഏതൊരു വിദ്യാഭ്യാസമാണോ സ്വഭാവ രൂപീകരണത്തിന് ഉപകരിക്കാത്തത് അത് അപകടം ചെയ്യും എന്ന് എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഇത് നമ്മളോട് പറയുന്നത്. നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, കുടുംബത്തിൽ നിന്നാണെങ്കിലും നമ്മൾ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും. പക്ഷേ മൂല്യബോധമുള്ള രാധാദേവി എന്ന് പറഞ്ഞ പോലെ വിവേകാനന്ദ സ്വാമികളുടെ ഒരു ദാർശനിക കാഴ്ചപ്പാടിലുള്ള മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ, മനുഷ്യനാകുന്ന വിദ്യാഭ്യാസം അത് ലഭിക്കേണ്ടത് അക്കാഡമിക് സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്ന് കൂടിയാണ്. ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കുടുംബം. അധ്യാപകര് അച്ഛനും അമ്മയും ഒക്കെയാണ്. അമ്മ എങ്ങനെ അധ്യാപികയാകുന്നു എന്ന് വളരെ മനോഹരമായി സിന്ധു ചേച്ചി നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തു കഴിഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് ഇന്നത്തെ ലോകത്തോട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവര് സംവദിച്ചത് എന്നുള്ളത്. കേവലം തുല്യതയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന സ്ത്രീകളല്ല, മറിച്ച് അതുല്യയായിട്ട് വളരേണ്ടുന്ന, അവിടെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന പദത്തിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ ധാരാളം പ്രോഗ്രാമുകൾക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകും.
സ്ത്രീകൾ ശക്തി സ്വരൂപിണികൾ തന്നെയാണ്. ആ തിരിച്ചറിവ് കൃത്യമായ ദിശയിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ അവബോധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല എങ്കിൽ ശക്തി കൂടി ഈ സമൂഹത്തിന് വരുത്തി വെക്കുന്ന വിപത്തും നമ്മൾ മാധ്യമങ്ങളിലും മറ്റും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു അച്ഛൻ എങ്ങനെ ഇരിക്കണം, അമ്മ എങ്ങനെ ഇരിക്കണം, സഹോദരങ്ങൾ എങ്ങനെ ഇരിക്കണം, ഒരു കുടുംബം എങ്ങനെ ഇരിക്കണം, വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞ മഹാപരീക്ഷകളുടെ പാദപത്മങ്ങൾ പതിഞ്ഞ സന്നിധാനത്ത് നിന്നുമാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. നമ്മളുടെ കുടുംബം ഭാരത സംസ്കാരം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന് ആധുനികന്മാർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ കുടുംബത്തിന്. കൂടും ഇമ്പം, ഈ രണ്ട് വാക്ക് ചേർത്ത് വെച്ച് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. പക്ഷെ കൂടുമ്പോൾ ആ ഇമ്പം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇമ്പമാണോ കമ്പമാണോ മൂകഫലമാണോ എന്നറിയാത്ത വിധത്തിൽ അധപ്പതിക്കുന്നുണ്ട് എന്നുള്ളത്. ഭാരതീയ സംസ്കൃതി അനുസരിച്ച് നമുക്ക് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാളീ മാതാവിന്റെ ശ്ലോകത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച കുലം ച കുലധർമ്മം ച മാം ച വാടേ വാടയ എന്ന് പറയാറുണ്ട്. കുലധർമ്മങ്ങൾ എവിടെയാണോ പാലിക്കപ്പെടുന്നത്, ഈ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും എവിടെയാണോ പാലിക്കപ്പെടുന്നത്, അതിനെ കുടുംബം എന്ന് പറയാൻ സാധിക്കും. അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത് എന്നർത്ഥം. അപ്പൊ ഈ ഒരു ന്യൂക്ലിയസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മളുടെ കൊച്ചു കുടുംബമാകുന്ന ഈ ഒരു ന്യൂക്ലിയസ്, ഇതിൽ നിന്നുമാണ് വലിയ എലമെന്റ്സ് ഉണ്ടാകുന്നത്, കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്, ഈ വിശ്വ കുടുംബം ഉണ്ടാകുന്നത്. അതിനെ അനാവരണം ചെയ്യുവാനുള്ള ചെറിയൊരു ന്യൂക്ലിയസ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. 16 സംസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാരതീയ പൈതൃകം ഗർഭാധാര സംസ്കാരം മുതൽ ആരംഭിക്കുകയാണ് അല്ലെ. ഈ ഗർഭാധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംബന്ധിച്ചതാണ് നമ്മുടെ പ്രശസ്ത പ്രഭാഷകർ മുഴുവൻ പറഞ്ഞു. കേവലം കാമചേഷ്ടകളുടെ ഉപോൽപ്പന്നങ്ങളല്ല കുട്ടികൾ ഉണ്ടായി പോകുന്നതല്ല. ബോധപൂർവം അതിനോടുള്ള തപസ്, മനസ്സിലാണ് കുട്ടി ഉണ്ടാവേണ്ടത്, ആദ്യം ചലിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ഇവിടെ പറയുകയുണ്ടായി. അപ്പൊ അതിനുള്ള കുട്ടിയെ പ്രാർത്ഥനാ സംഗതികളായി മൂല്യബോധമുള്ളവരായിട്ട് വാർത്തെടുക്കുവാനുള്ള മന്ത്രങ്ങളും പദ്ധതികളും ഒക്കെ ഋഷി പരമ്പര നമുക്ക് തന്നിട്ടുണ്ട്. അതിലൂടെ വാർത്തെടുക്കുന്ന ഗൃഹസ്ഥാശ്രമ സംസ്കാരം നമുക്കുണ്ട്. അതിൽ ഈ കുടുംബത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറയും ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സന്യാസി താമസിക്കുന്ന ഒരു ഇടമായിട്ടാണ്. പക്ഷേ നമ്മളെല്ലാം ഓരോ ആശ്രമങ്ങളിലാണ് ഇരിക്കുന്നത്. ആശ്രമമാണ് ഈശ്വരനിലേക്കുള്ള, ലക്ഷ്യബോധത്തിലേക്കുള്ള ശ്രമമാണ്. ഈ സംസാര സാഗരത്തിലെ ദുഃഖങ്ങളെ തരണം ചെയ്യുവാനുള്ള ആശ്രമമാണ് നമ്മൾ അനുവർത്തിക്കുന്ന ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറഞ്ഞു പോരുന്നത്. അപ്പൊ പടിപടിയായി ഓരോരുത്തരുടെ ഒരു സാധനാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിൽ ഇവയൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഋഷി പരമ്പര. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞത് ഏകദേശം ഒന്ന് പൂർത്തിയായി എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത പടി കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന് അടിസ്ഥാനം ഇടുന്ന വിവാഹം. ഇന്ന് വിവാഹമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആഘോഷം മാത്രമാണ്, അവിടെ ആചാരം കുറവാണ്. ആചാരം ഇല്ല എന്ന് തന്നെ പറയും. വളരെ പവിത്രമായ മാംഗല്യ മന്ത്രത്തെ, വിവാഹ സൂക്തത്തെയൊക്കെ ഇവിടെ പറഞ്ഞു. പക്ഷേ ഇന്ന് മാംഗല്യം തുന്തുരാനെ തന്തനാനെ ഒക്കെ പാടി ആ മാംഗല്യ മന്ത്രത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അത് മാറുമ്പോൾ അവിടെ ഐക്യപ്പെടുന്ന 2 കുടുംബങ്ങൾ, സംസ്കാരങ്ങൾ, നമ്മുടെ ശീലങ്ങൾ. ഞാനൊരു വിവാഹത്തിന് ഒരു 2-3 മാസം മുമ്പ് ഒരു വിവാഹത്തിന് പോയത് എനിക്ക് ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മായാത്തൊരു കാഴ്ച. വരൻ വധുവും ഡാൻസും പാട്ടോടെ കഴിഞ്ഞ വേദിയിൽ അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആഘോഷിച്ചോട്ടെ, ആസ്വദിച്ചോട്ടെ, അതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവിടെ ആചാരമില്ല, അവിടെ അനുഷ്ഠാനങ്ങളില്ല, വെറും ഭൗതിക താല്പര്യങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് വരൻ ഈ വധുവിനെ എടുത്തു പൊക്കുന്നു, അത് കഴിഞ്ഞ് ആ സ്റ്റേജിന് താഴേക്ക് ഇടുന്നു. താഴെ വീഴുമില്ല, പിടിക്കുന്നത് വരന്റെ തന്നെ ആഴ് സുഹൃത്തുക്കൾ അവളെ താങ്ങി പിടിക്കുന്നു. ആദ്യ രാത്രിയിൽ കട്ടിലിനടിയിൽ പടക്കം പൊട്ടിക്കുന്നു. ഇത് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? നമുക്ക് ആസ്വദിക്കാം, ആഘോഷിക്കാം. ഇത് പറയുമ്പോൾ ചില പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് ആലോചിക്കുക, അവിടെ ആചാരം എവിടെ? അവിടെ അനുഷ്ഠാനങ്ങൾ എവിടെ?
കുടുംബങ്ങൾ ചേരുമ്പോഴുള്ള ആ ഒരു സമരസത രൂപപ്പെടുത്തുവാനുള്ള ആശയങ്ങൾ എവിടെയാണെന്ന്. അതുകൊണ്ടാണ് ലക്ഷോപലക്ഷം ഡൈവോഴ്സേഷകൾ. നമ്മുടെ അഭിഭാഷകൻ ഇവിടെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡെഫിനിഷൻ പ്രസംഗത്തിൽ മാത്രം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നായിട്ട് അവിടെ ഒതുങ്ങുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയെ കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. യഥാവായും സമാശ്രിത്യ വർത്തന്തെ സർവജന്തവ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തെ ഇതരാശ്രമ എന്ന് പറയാറുണ്ട്. ഒരു ഗൃഹനാഥനെ ആശ്രയിച്ചാണ് ഒരു വാനപ്രസ്ഥിയും ഒരു സന്യാസിയും ഒരു ബ്രഹ്മചാരിയും ഒക്കെ ജീവിക്കുന്നത്. നോക്കൂ, ഗൃഹനാഥന്റെ ഉത്തരവാദിത്വവും കടമയും കർത്തവ്യവും തീരെ ചെറുതല്ല. അദ്ദേഹത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു പദവി തന്നെയുണ്ട്. ചതുരാശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറയുമ്പോഴും ഗൃഹനാഥൻ അത് ആശ്രമമാക്കി മാറ്റുന്നുണ്ടോ? അതോ ഈ ഭാഗവതത്തിലും പുരാണത്തിലൊക്കെ ഗൃഹത്തിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ഗൃഹ്യത്തെ പിടിക്കുന്നതാണ്. പ്രതിസന്ധികളുടെ പ്രാരാബ്ധങ്ങളുടെ ചളികുണ്ടിലേക്ക് താഴ്ത്തുന്ന ഗൃഹം എന്നുള്ള നിർവചനമാണോ നമുക്ക് ആവശ്യം? ഗൃഹാന്തകൂപം, ഗൃഹം ഒരു പൊട്ടക്കിണറാണ് എന്ന് പറയുന്ന ആശയമാണോ നമുക്ക് ആവശ്യം? മറിച്ച് അങ്ങനെയല്ല, അത് ആശ്രമത്തിന്റെ സമരസതയുടെ കൂടാരമാണ്. ഭാര്യ ഭർത്താവിന്റെ അടിമയോ ഭാര്യ പറഞ്ഞ വരയിൽ ഭർത്താവ് നിൽക്കുന്നതുമല്ല, പാരസ്പര്യത്തിന്റെയും ഐക്യത്തിന്റെയും നിർവചനം അതിലേക്ക് കൊണ്ടുവരൂ. അതിനെ ജീവിതത്തിലേക്ക് അനുഷ്ഠിക്കുമ്പോഴാണ് അത് കുടുംബമായിട്ട് മാറുന്നത്. അവിടെ കുട്ടികൾ വരുന്നു, കുട്ടികൾക്ക് മാതൃകകളാക്കാൻ അനേക കാര്യങ്ങൾ വരുന്നു. മുത്തശ്ശന്മാര് വരുന്നു. എന്റെ മുത്തശ്ശിയൊക്കെ പറയാറുണ്ട്. അതായത് മുത്തശ്ശി എന്നല്ല പറയാ, മുത്തി അമ്മ എന്ന് പറയാറുണ്ട്. ചെറുപ്പത്തിലെ നമ്മൾ അക്ഷരങ്ങളിലേക്ക് പ്രവേശിക്കും മുമ്പേ, എഴുത്തിലേക്കും വായനയിലേക്കും കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ അവരുടെ മനസ്സിലേക്ക് രാമനെയും കൃഷ്ണനെയും ആദർശ ധീരക്കാരായ പല പുരാണ പുരുഷന്മാരുടെ കഥകളൊക്കെ വിതറി അവരുടെ മനസ്സിനെ മുക്തമാക്കുന്ന സന്ദേശവാദികളായ കഥകൾ പറയുന്ന മുക്തിയമ്മമാര് പിന്നീട് മുത്തശ്ശൻ എന്നൊക്കെ ആക്കി മാറ്റി നമ്മള്. പക്ഷെ അത് പറയുമ്പോഴും ഇന്ന് അവർക്ക് പറയാൻ കഥകളില്ല. ഇന്ന് അവരില്ല വീടുകളില്, മുത്തശ്ശനും ഇല്ല വീടുകളില്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കുടുംബത്തിന്റെ ഈ സന്ദേശം നൽകുന്ന, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ തുനിയുന്ന ആളുകൾ, നമ്മളെ ഉപദേശിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, പ്രതിസന്ധികൾ തളരാതെ നമുക്ക് കരുത്തേകുന്ന ആരും തന്നെ ഭവനങ്ങളിലില്ല. നമ്മളുണ്ട്, നമ്മളുടെ ജോലിയുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികൾ യന്ത്രത്തോട് ഇടപെട്ട് യാന്ത്രികരായിട്ട് മാറുന്നു. അവർക്ക് ഈ മൃദുവായ വികാരങ്ങൾ ഒന്നും തന്നെയില്ല. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ 4 വാക്കുകൾ വെറും വാക്കുകളായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ കാലിന്റെ മുകളിൽ ആരും വീട്ടിൽ വെച്ച് മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആരാ വന്ന എന്ന് പോലും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു ആദരവകമായ സമീപനത്തിലേക്ക് കുട്ടികൾ വരുന്നില്ല. ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം, ആ കുടുംബം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അച്ഛനും അമ്മയും മുത്തശ്ശന്മാരും അടങ്ങുന്ന ആദരിക്കപ്പെടേണ്ട സമൂഹത്തിന് മുമ്പിൽ മാതൃക കാണിക്കേണ്ട ഒരു കുടുംബമല്ലേ വളർന്നു വരേണ്ടത്. പുരാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതല്ലേ വ്യക്തമാകുന്നത്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാട്ടിലേക്ക് ശ്രീരാമനും സീതയും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ലക്ഷ്മണൻ ജ്യേഷ്ഠനോടുള്ള പ്രേമം നിമിത്തം ഞാനിതാ കാട്ടിലേക്ക് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് തന്റെ മാതാവായ സുമിത്രയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ സുമിത്ര പറയുന്നില്ല, നിന്നോട് അച്ഛൻ പോകാൻ പറഞ്ഞിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് നീ രാജ്യകാരികളൊക്കെ നോക്കി നടക്കുന്ന ഇവിടെ ഇരുന്നാൽ മതി എന്ന് അമ്മ പറയുന്നില്ല. മറിച്ച് അമ്മ മകന്റെ ഇഷ്ടത്തെ ആശീർവദിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു ധർമ്മബോധം ഇല്ലാതെ മകനെ കൊണ്ട് വെക്കൂട്ടെ എന്നും അമ്മ വിചാരിച്ചില്ല. മറിച്ച് കാലാതീതമായ ഒരു സുമിത്ര വാക്യത്തെ, ഇന്നും അതുണ്ട്, കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം അടുക്കളയുടെ 4 ചുവരുകൾ ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് ഇരുന്ന സ്ത്രീകള്, അവരുടെ ഓരോരോ കാര്യങ്ങള് ഇന്ന് ലോകത്തിന് വെളിച്ചം വീശുമ്പോൾ വലിയൊരു മാതൃകയാണ് സുമിത്രയെ പോലുള്ള അമ്മമാര്. ലക്ഷ്മണനോട് പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാന യഥാസുഖം എന്ന് പറഞ്ഞു. വിക്രമാദിത്യ സദസ്സിൽ മുഴങ്ങിക്കേട്ടത് ചോദ്യത്തിന്റെ ഉത്തരം ഇതായിരുന്നു. രാമായണത്തിലെ പ്രസിദ്ധമായ ശ്രേഷ്ഠമായ ശ്ലോകമേത്?
എല്ലാം ഒന്നിനൊന്നും ശ്രേഷ്ഠം തന്നെയാണ്. എങ്ങനെ ഉത്തരം കണ്ടെത്തുമെന്ന് പണ്ഡിതനായ വരരുചിക്ക് പോലും അറിയില്ലായിരുന്നു. ഒടുവിൽ 41 ദിവസത്തെ സമയത്തിന് ശേഷം വരരുചി ഉത്തരം കണ്ടെത്തി വന്നു. കലാതീതമായ ഈ സുമിത്ര വാക്യം തന്നെയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം. അതിനെ 16 തരത്തിലാണത്രേ വരരുചി വ്യാഖ്യാനിച്ചത്. അതിന്റെ ഉപരിക്രമമായ ആശയം, സാമാന്യമായ ആശയം നമുക്കറിയാം. രാമനെ അച്ഛനായിട്ട് കാണും. വനത്തിലേക്ക് പോകാൻ നിൽക്കുകയാണല്ലോ ലക്ഷ്മണന് പോകേണ്ട എന്ന് പറയുന്നില്ല, മറിച്ച് പറഞ്ഞു രാമനെ നീ അച്ഛനായിട്ട് കാണും, സീതയെ നീ അമ്മയായിട്ട് കാണും, കാടിനെ നീ അടവിയെ അയോധ്യയായിട്ട് കാണും. എന്നാൽ നിന്റെ യാത്ര സുഖകരമാകും. ഇതാ യാത്രാമംഗളങ്ങൾ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു സുമിത്രയെ മാത്രം നമ്മൾ കാണുമ്പോൾ അതിനുള്ളിൽ ഇന്ന് കാലാതീതമായ സുമിത്രയെ വാർത്തെടുക്കുന്ന ഒരു അർത്ഥം, ഒരാശയമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ മക്കളോട് പറയാൻ കൈവിട്ട ഒരാശയം ഇതിനുള്ളിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ എനിക്ക് ഇപ്പോ ഓർമ്മ വന്നത് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന ഒരു സിനിമ. ശ്രീനിവാസൻ ചെയ്ത ഒരു കഥാപാത്രം വളരെ മനോഹരമായി തന്റെ ഉത്തരവാദിത്വങ്ങളും ധർമ്മബോധങ്ങളും ഒക്കെ വെടിഞ്ഞ്, തന്റെ കർത്തവ്യങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു ഗൃഹസ്ഥൻ ഞാനിതാ ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന, അല്ലെ, ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഒരു മൂടുപടമായി ആധ്യാത്മികതയെ സ്വീകരിക്കുന്ന ആളുകളുടെ ഒരു മുഖച്ചായ തന്നെയായിരുന്നു ശ്രീനിവാസൻ ചെയ്ത ആ വേഷവും എന്നുള്ളത്. അത് മനോഹരമായി അവതരിപ്പിച്ചു. ഇതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും കർമ്മബോധവും മറന്ന തന്റെ മകനെ ശാസിക്കുന്ന ഒരു അമ്മയാണ് സുമിത്ര. നമ്മൾ ആശീർവദിക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ്, മകനെ അനുഗ്രഹിക്കുന്ന ഒരു ശ്ലോകമായിട്ടാണ് ഇത് പഠിച്ചതെങ്കിൽ, മറിച്ച് ഇതിന്റെ ഉള്ളിൽ ഉള്ള ഒരു അന്തരാർത്ഥം എന്ന് പറയുന്നത് തന്റെ മക്കളെ ധർമ്മശാസനം ചെയ്യുന്ന, വെറുതെ ചീത്ത പറയുന്ന അമ്മയല്ല, ധർമ്മശാസ്ത്രം ചെയ്യുന്ന, ധർമ്മശാസ്ത്രാവിന്റെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ധർമ്മത്തെ ശാസിപ്പിച്ച് അനുസരിപ്പിക്കുന്നവരാരോ അവരാണ് ധർമ്മശാസ്ത്രം. അതൊരു അച്ഛനും അമ്മയും കൃത്യമായിട്ട്, അധ്യാപകരും സമൂഹവും അടങ്ങുന്ന ഈ സംവിധാനം ധർമ്മശാസ്ത്രാവിന്റെ റോൾ എടുത്താൽ ഇന്നത്തെ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. അവർ അഭിമുഖീകരിക്കുന്ന സംദിഗ്ധ ഘട്ടങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അവരെല്ലാം കർമ്മം കൊണ്ട് സംവദിക്കും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കും. സുമിത്ര പറഞ്ഞു, രാമം ദശരഥം വിധി. അല്ലയോ ലക്ഷ്മണ, നീ നിന്റെ അച്ഛനോടുള്ള കടമകൾ മറന്നിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. സ്വന്തം അച്ഛനോടുള്ള ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങൾക്ക് ഒരു പുത്രൻ എന്ന നിലയ്ക്ക് നീ മറന്നു. ശരി, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, നീ കാട്ടിലേക്ക് വെക്കോളൂ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. പക്ഷേ രാമം ദശരഥം വിധി, രാമനെ അച്ഛനായിട്ട് കാണുമ്പോൾ എങ്കിലും നിന്റെ സ്വന്തം പിതാവിനോടുള്ള കടമകൾ നീ മറക്കാതിരിക്കുമല്ലോ. ഇനി എന്നോട് നിനക്ക് ചില കർത്തവ്യങ്ങൾ. മാം വിദ്ധി ജനകാത്മജ, സീതയെ അമ്മയായിട്ട് കാണുമെന്ന് അങ്ങോട്ട് പറഞ്ഞതല്ല, സീതയെ അമ്മയായിട്ട് കണ്ട് ശുശ്രൂഷിക്കുമ്പോഴെങ്കിലും ഒരു അമ്മയോടുള്ള, ഒരു മാതാവിനോടുള്ള പുത്രന്റെ കർത്തവ്യം നീ മറക്കാതിരിക്കുമല്ലോ. ഇനിയോ രാമന്റെയും ഭരതന്റെയും അഭാവത്തിൽ രാജ്യകാര്യങ്ങളിൽ നോക്കി നടത്തേണ്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ക്ഷത്രിയ കുമാരനാണ് ലക്ഷ്മണൻ. അതും മറന്നിട്ടാണ്, ജ്യേഷ്ഠനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, സമ്മതിച്ചു. പക്ഷേ കർത്തവ്യങ്ങൾ മറന്നു. ഉത്തരവാദിത്വ ബോധമില്ലാത്ത തന്റെ മകനെ ധർമ്മശാസനം ചെയ്യുന്ന അമ്മ ഇതാ പറയുകയാണ്, കാടിനെ അയോധ്യയായിട്ട് കാണുമ്പോഴെങ്കിലും നിനക്ക് അയോധ്യാവാസികളോടുള്ള പ്രതിബദ്ധത നീ മറക്കാതിരിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ മകന്റെ ലക്ഷ്യം സുഖകരമായി ഭവിക്കുമെന്ന് ആശീർവദിക്കുന്ന ധർമ്മശാസനം ചെയ്യുന്ന ഒരു സ്ത്രീ രത്നം. അമ്മയല്ല, കേവലം അമ്മയല്ല, മാതൃസ്ഥാനത്തേക്ക് ഉയർന്ന ഒരാളാണ്. ഈ അമ്മയും മാതാവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. മാ എന്നുള്ള ശബ്ദം അളക്കുന്നവൾ എന്നർത്ഥം. എന്തളക്കുന്നവൾ? തങ്ങളുടെ മക്കളുടെ മനസ്സിനെ അളക്കാൻ പ്രാപ്തിയുള്ളവളാണ് മാതാവ്, അതിന് സാമർഥ്യമുള്ളവളാണ് മാതാവ്. നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ നിഷേധിക്കുകയോ അധിക്ഷേപിക്കുകയോ, നീ അവനെ കണ്ടു പഠിക്കുക ഇവനെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞ ആധുനിക യുഗത്തിൽ താരതമ്യ പഠനം നടത്തുന്നത് പോലെ ചെയ്തതോ അല്ല, മറിച്ച് നീയായിരിക്കുമ്പോഴും നിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ബോധവൽക്കരിക്കുന്ന, അവന്റെ ഉള്ളിലെ തെറ്റിനെ തെറ്റാണെന്നറിയാതെ നുള്ളിയെടുക്കാൻ സാമർഥ്യമുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ
തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലോ ഇതെല്ലാം എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ കവിത നമ്മൾ ഏറ്റുപാടുകയാണ്. ഒരു ചെറിയ കുട്ടി അമ്മയുടെ കൈ പിടിച്ച് പറയാണ്, അമ്മയെ നോക്കൂ ഈ ഈ ഒരു ചെടിയിൽ നിന്ന് എത്ര പൂക്കളാണ് പറന്നു പോകുന്നത് എന്ന് ചോദിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ഭാവത്തിൽ നിന്നൊന്ന് ശ്രദ്ധിക്കൂ. കുട്ടിയൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം പൂക്കൾ ഒരിക്കലും പറക്കില്ല, അത് പൂമ്പാറ്റകളാണ്. അമ്മയ്ക്കും അറിയാം, കേൾക്കുന്നവർക്ക് അറിയാം, കവിത എഴുതിയ ആൾക്കും അറിയാം. പക്ഷേ നമ്മൾ അപ്പൊ തന്നെ അവന്റെ തെറ്റു തിരുത്തുവാനുള്ള അവൻ എന്തോ മഹാപാതകം ചെയ്തതുപോലെ അമ്മ പറഞ്ഞു നീ പറഞ്ഞത് തെറ്റാ, അമ്മ പറഞ്ഞു നീ പറഞ്ഞത് തെറ്റാ. നോക്കൂ, സുമിത്രയെയും നമ്മുടെ കൗസല്യയെയും കുന്തിയെയും പാഞ്ചാലിയെയും നിരവധി പുരാണ കഥാപാത്രങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെയാവണം എങ്ങനെയാവരുത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് കുടുംബത്തെ വിശ്വകുടുംബമായി ഉയർത്തുവാനുള്ള സന്ദേശങ്ങൾ വാരി വിതറിയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരെയൊക്കെ എടുത്ത് കുട്ടികൾക്ക് ആ കഥകൾ പറഞ്ഞു കൊടുക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും നിസ്സാരമായ പ്രതിസന്ധിയുടെ മുൻപിൽ കയ്യിൽ കിടപ്പ് മുറിച്ചു കളയുന്ന ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ധീരമായിട്ടുള്ള പാതകൾ വിരിച്ചവരുടെ കഥ അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനാദ്യം നമ്മള് സ്വയം നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണം. ഒരു സെൽഫ് അനാലിസിസിന് നമ്മൾ വിധേയമാകണം, അമ്മയും അച്ഛനും. എന്നിട്ട് കുട്ടികളോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം. അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്താത്തിടത്തോളം കാലം ഇന്നത്തെ ബിസി ലൈഫാണെങ്കിലും അതിനുവേണ്ടി ഒരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത്. നമ്മൾ തന്നെയാണ് ആധുനിക തലമുറയെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അവരെല്ലാം ലഹരിക്ക് അടിമയാകുന്നു, അവര് വഴി തെറ്റിപ്പോകുന്നു, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കാതെ അവർ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരെ അങ്ങനെയാക്കി മാറ്റിയതിന്റെ പിന്നിൽ നമ്മുടെ കരങ്ങൾ തന്നെയല്ലേ, നമ്മുടെ വാക്കുകൾ തന്നെ ആയിരിക്കും എന്നതാണ്. ആദ്യം കുടുംബത്തിൽ മാതൃദേവോ ഭവ എന്ന പദത്തിലേക്ക് അമ്മ ഉയരണം, അമ്മ മാതൃത്വത്തിലേക്ക് ഉയരണം, പിതാവ് ആ പിതൃസ്ഥാനത്തിലേക്ക് ഉയരണം. മാതാവും പിതാവും സമരസതയുടെ വലിയ സന്ദേശങ്ങളാകുമ്പോൾ കുട്ടികളും അതുതന്നെ ചെയ്യും. നോക്കൂ, ശിവ കുടുംബത്തിനെയാണ് നമ്മൾ എപ്പോഴും ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കാറ്. അവിടെ അസ്വാരസ്യതകളുടെ കൂടാരമാണെങ്കിലും പുറത്തേക്ക് പ്രവഹിക്കുന്ന സന്ദേശം തന്മയുടെ പാഠങ്ങളാണ് എന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് പുരാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആർജിച്ചെടുക്കുവാനുള്ള കുടുംബം എന്ന് പറയാൻ നമുക്ക് നമ്മളെ പ്രാപ്തമാക്കുന്ന ആശയം. ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുന്ന സംസ്കാരം നമുക്കുണ്ട്. എന്തിനതൊന്നും വേണ്ട, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒരമ്മ പണ്ട് കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ കാക്കയെയും പൂച്ചയെയും അണ്ണാറക്കണ്ണയെയും ഒക്കെ കാണിച്ചു കൊടുത്ത് അതാ വേഗം ഉണ്ടില്ലെങ്കിൽ കാക്കി അത് കൊണ്ടുപോകും, അണ്ണാനത് എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെയും അവന്റെ കളിക്കൂട്ടുകാരാക്കി മാറ്റി. ഇത് തന്നെയല്ലേ ഭഗവാൻ പറയുന്നത്, ഭോക്താരം യജ്ഞതപസാം സർവലോകമഹീശ്വരം സുഹൃതം സർവഭൂതാനാത്വാമാം ശാന്തി ഉച്ചതാണ്. സർവവും നമ്മുടെ കുടുംബക്കാരാണ്. വസുധൈവ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. സർവ്വജീവജാലങ്ങളും പക്ഷിമൃഗാദികളും സസ്യലതാദികളും ഇതിനൊന്നും ഉപേക്ഷിച്ച് മനുഷ്യരില്ല. ഈ പാരസ്പര്യത്തിന്റെ ഈ ഐക്യത്തിന്റെ കൂട്ടുകെട്ടിനെയാണ് കുടുംബം എന്ന് പറയുന്നത്. അനേക കോടി പ്രകാശവർഷമല്ല അകലെ കിടക്കുന്ന ചന്ദ്രനെ നോക്കി കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന അമ്മ പറയുന്ന വാക്കുണ്ടാ? ചന്ദ്രനെ നോക്കി അമ്മ എന്താ പറയാ? അതാ ചന്ദ്രൻ എന്നാണോ പറയാ? ആ നിലാവിനെ നോക്കി അമ്മ എന്താണ് പറയാ? ഒന്നും പറയാനില്ല. അമ്പിളി അമ്മാവൻ എന്നാണ് പറയാ, അമ്പിളി മാമൻ എന്നാണ് പറയാ. അനേക കോടി പ്രകാശവംശം അകലെ കിടക്കുന്ന ചന്ദ്രനെ മാമൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഔദ്യോഗിക അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് ആലോചിച്ച് അമ്മയുടെ സഹോദരനാണ് അമ്മാവൻ അല്ലെ? ഈ അമ്മയുടെ അതേ വാത്സല്യങ്ങളും സ്നേഹവും ഒക്കെ പകർന്നു തരാൻ സാധിക്കുന്ന ഒരാളായിട്ട് അമ്മാവിൽ രക്ഷപ്പെടുമ്പോൾ അതേ അവിടെ കാക്ക വരുന്നുണ്ടോ, ഉറുക്കം വരുന്നുണ്ടോ, പട്ടി വരുന്നുണ്ടോ, പരുന്ത് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ സകല ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ഹോൾഡി മോമാണ്, എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു. ഇനി കുറച്ചു കഴിയപ്പോ ഇത്രയും സ്നേഹമുണ്ടായിരുന്ന അമ്മ പോയി. നോക്കൂ, ഇത്രയും സ്നേഹമുണ്ടായിരുന്ന അമ്മ പോയി. കുറച്ചു കഴിയുമ്പോൾ ഈ കുട്ടികൾ അടുത്തേക്ക് വരുമ്പോൾ അതിനെ കൊത്തി അകറ്റി വിടുകയാണ്. ചെറുപ്പത്തിലൊക്കെ ഇത് വലിയൊരു സംശയമാണ്.
ഇത്രയും സ്നേഹമുണ്ടായിരുന്ന ഒരമ്മ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ എന്ന് സന്ദേഹം വരുന്ന ഒരു രംഗമാണ്. ഓടിപ്പോയി ചോദിക്കാനുള്ളത് മുത്തശ്ശനൊക്കെ ആയിരുന്നു. അവര് പറഞ്ഞു തന്നത് ഇത് സ്നേഹത്തിന്റെ മറുവശം തന്നെയാണ് മോളെ എന്ന്. ഇതും മറ്റൊരു തരത്തിൽ സ്നേഹം തന്നെയാണ് മോളെ. നീ സ്വന്തം കാര്യം നീക്കൂ, നിനക്കൊരു സ്വാശ്രയ ബോധം ഉണ്ടാകട്ടെ എന്ന് പഠിപ്പിക്കുന്ന ഈ കുട്ടികളൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഈ അമ്മ കോഴി പരിശ്രമിച്ചാൽ പിന്നെയും മുട്ടകളുടെയും കുട്ടികളുണ്ടാവും. അതിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി തീറ്റ തേടി അതിന്റെ ജീവിതം ഇല്ലാതെയാവും. എല്ലാം പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. മറിച്ച് സ്വന്തമായി ഇര തേടാൻ മക്കളെ പ്രാപ്തയാക്കുന്ന ഒരു അമ്മ കോഴി. ഇതിൽ നിന്നും ഉദാഹരണം പഠിക്കാം മനുഷ്യനോ നല്ലൊരു. അപ്പൊ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാകാവുന്ന ഗുരുതുല്യരായിട്ട് അവിടെ നമ്മുടെ ചുറ്റും അരങ്ങേറുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് കുട്ടികളെ സംവദിപ്പിക്കുമ്പോൾ കുടുംബത്തില് ഇത്തരത്തിലുള്ള ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവര് പ്രകൃതിയെ അറിഞ്ഞു പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ അവരെ ഉണ്ടാകും. ഇപ്പൊ രാമായണം നമ്മൾ എത്ര കാലമായി വായിക്കാൻ തുടങ്ങിയിട്ട്? രാമായണത്തിലെ കഥ അറിയാം നമുക്ക്. പക്ഷെ അതിൽ ആഴത്തിൽ ഊന്നിയിരിക്കുന്ന സാഹോദര്യത്തെ കുറിച്ചും മാതൃത്വത്തെ കുറിച്ചും പിതൃത്വത്തെ കുറിച്ചും ഒക്കെ നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ ലക്ഷ്മണൻ അസ്ത്രമേറ്റ് യുദ്ധഭൂമിയിൽ നിലം പതിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ രാമൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട് വാൽമീകി രാമായണത്തിൽ. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പലതും വെട്ടിപ്പിഴിക്കാനും കെട്ടിപ്പടുക്കുവാനും സഹോദരർ തമ്മിൽ ഉണ്ടാകുന്ന വാക്തർക്കങ്ങള് കൊല്ലും കൊലയും അവസാനിപ്പിക്കുന്ന ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ചൊല്ലാനുള്ള 4 അക്ഷരത്തിന്റെ മന്ത്രങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ പറയുന്നു? സഹോദരൻ മരിച്ചു എന്ന് പറഞ്ഞ് രാമൻ ഒരു പ്രാകൃതനെ പോലെ പൊട്ടിക്കറിയുന്ന ഒരു രംഗത്തിൽ വാൽമീകി വയ്ക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ദേശേ ദേശേ കളത്രാണി ദേശേ ദേശേ ബാന്ധവ സംതും ദേശം എന്ന പശ്യാമി എത്ര ഭ്രാതാ സഹോദരായന. എന്താണ് അതിന്റെ അർത്ഥം? ദേശേ ദേശേ കളത്രാണി, ദേശം തോറും സ്ത്രീകളെ കിട്ടും വിവാഹം കഴിക്കാൻ. കളത്രം പത്നി, ഭാര്യ എന്നൊക്കെ അർത്ഥം. ദേശേ ദേശേ ബാന്ധവ, ബന്ധുക്കളെയും കിട്ടും. ഇപ്പൊ ബഹുമാനിയായ ഡെപ്യൂട്ടി കലക്ടർ പറഞ്ഞു, ഞാൻ ഇതിനടുത്താണ്, ഈ ദേശത്തിനടുത്താണ് താമസിക്കുന്നത്, ഇവിടെ വന്നു, ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ പോലെ പോകുന്നിടത്തിന് ബന്ധുക്കളെ സൃഷ്ടിക്കാനും നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷേ തം തും ദേശം ന പശ്യാമി, ഒരു ദേശവും ഞാൻ കേട്ടിട്ടില്ല. എത്ര പ്രാതാ സഹോദര, ഇങ്ങനെ ഒരു സഹോദരനെ ലഭിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ചും ഒരു ദേശത്തെ കുറിച്ചും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇനി എന്ത് ഞാൻ ചെയ്യും എന്ന് വിഷമിക്കുന്ന ശ്രീരാമചന്ദ്രനെ ഓർക്കൂ. നോക്കൂ, ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ യുദ്ധമാണ്, അതിർത്തിയർക്കമാണ്. തിരിച്ച് അയോധ്യയിലേക്ക് കടയേറുന്ന ശ്രീരാമൻ ഒരു കാര്യം പ്രത്യേക ഹനുമാനോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്ദി ഗ്രാമത്തിൽ ആദ്യം ചെന്ന് ഭരതനെ അന്വേഷിക്കൂ. ഭരതൻ എങ്ങാനും ആ സ്ഥാനത്തിന്റെ ആശയുണ്ടോ എന്ന്, അല്പമെങ്കിലും സ്ഥാനമോഹം അവന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരൂ. എന്നാൽ ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നില്ല. രാജ്യം ആര് ഭരിക്കണം? ഭരതൻ ഭരിക്കണം എന്ന് പറഞ്ഞ് ഇതൊക്കെ വിട്ടുകൊടുക്കുകയാണ്. ഇന്ന് സ്ഥാനത്തിന്റെ പേരിൽ എന്റെ പേര് എഴുതി വെക്കണം, ഞാനാണിത് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ആദ്യം രാമായണങ്ങളെ മാതൃകയാക്കരുത്. കാടിന്റെ കുടിലകങ്ങളിലിരുന്ന് കള്ളനായ ഭർത്താവിനും മക്കൾക്കും ഒക്കെ വെച്ചു വിളമ്പി ഇരിക്കുന്ന രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ ധർമ്മ പത്നിയാണ്. ഭാര്യ എന്ന് പറയുന്നില്ല, ധർമ്മപത്നിയാണ്. ഈ പദം കേൾക്കുമ്പോൾ ആദ്യം പണ്ടൊക്കെ പുരുഷന്മാരുടെ ഭാര്യയെ പരിചയപ്പെടുത്തുന്നത് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞല്ലോ, ഇവളെന്റെ സഹധർമ്മിണിയാണ്, ഇവളെന്റെ ധർമ്മ പത്നിയാണ്, എന്റെ ധർമ്മം ചെയ്യാൻ എനിക്കൊരു കൂട്ട്, അവളുടെ ധർമ്മം ചെയ്യാൻ ഞാൻ അവൾക്കൊരു കൂട്ട് എന്ന പാരസ്പര്യത്തിന്റെ ഐക്യത്തിൽ രൂപപ്പെടുന്ന കുടുംബം, അത് തന്നെയാണ് ധർമ്മപത്നി. നമ്മളെപ്പോഴും ഈ പുരുഷന്മാരെ ഭർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം എന്റെ സഹധർമ്മനാണെന്ന് പറയാറില്ലല്ലോ, ഇദ്ദേഹം ധർമ്മപുരുഷനാണെന്ന് പറയാറില്ലല്ലോ, അങ്ങനെ ഒരു യൂസ് ചെയ്ത് തമ്മിലറിയില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലേക്ക് തന്ന് കുടുംബത്തിന്റെ, ഇപ്പോ രാധാദേവിയൊക്കെ പറഞ്ഞതുപോലെ വിവേകാനന്ദനോട് അമ്മ പറഞ്ഞു, നീ കുതിരക്കാരനായിക്കോളൂ, പക്ഷെ എങ്ങനെയുള്ള കുതിരക്കാരനാവൂ എന്ന് കാണിച്ചു കൊടുത്ത പാർത്ഥസാരഥി,
സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ചിത്രം. ആ കുതിരകൾ കേവലം കുതിരകളല്ല എന്ന് നമുക്കറിയാം. ധർമ്മബോധത്തിന്റെ അല്ലെങ്കിൽ ഇന്ദ്രിയ ദമനത്തിന്റെ കടിഞ്ഞാണ് അല്ലെ, അതിന്റെ നിയന്ത്രണമാക്കുകയാണ്. അതാണ് ധർമ്മപത്നി. എന്നിട്ട് പുരുഷന് ധർമ്മം ഇല്ലാന്നല്ല, ആ പരസ്പര ധർമ്മത്തിൽ ഐക്യപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ അപ്പോ നമുക്ക് സ്യൂട്ടായി മാറുന്നത്. അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ഇന്ന് മമ്മി എന്ന് വിളിക്കുന്ന സംസ്കാരത്തിലേക്ക് പോയി. പ്രസവിച്ചാൽ മാത്രമാണ് അമ്മ എന്ന് പറയാം. മാതൃശബ്ദത്തിലേക്ക് ഉയരാൻ നമ്മള് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടി വരും എന്ന ബോധത്തിലേക്ക് നമ്മളെ പ്രകീർത്തിക്കുന്ന, ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന വാത്സല്യത്തിന്റെയും കടമകളുടെയും കർത്തവ്യങ്ങളുടെയും പാഠങ്ങളാണ് മന്ത്രങ്ങളായിട്ട് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉള്ളത്. അത് പഠിപ്പിക്കുക, അതിനെ പ്രചരിപ്പിക്കുക, അതിനുള്ളത് കൂടി ആവുമ്പോഴാണ് കുടുംബം എന്ന അർത്ഥത്തിലേക്ക്. ഏകദേശം സമയം അവസാനിപ്പിക്കാറായി. ഈ കുടുംബ ചൈതന്യം കർമ്മരംഗങ്ങളിലേക്ക് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി സാമാന്യമായ ഒരു കാഴ്ചപ്പാട് പോലും പകർന്നു തരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിർത്തേണ്ടി വരും. പക്ഷേ എങ്കിലും എന്നേക്കാൾ എത്രയോ മുതിർന്ന സമാധരണീയരായ ഗുരുതുല്യരായ കുടുംബങ്ങളെ നയിക്കുന്ന അച്ഛനും അമ്മമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ധർമ്മബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ കുടുംബത്തെ എങ്ങനെ അർത്ഥപൂർണമാക്കി നയിക്കാം എന്നൊരാശയം കൂടി കുറച്ച് സമയം ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ആശ്രമം എന്നുള്ള പദം ഗൃഹസ്ഥാശ്രമം എന്നുള്ള പദം അന്വർത്ഥമാക്കുമ്പോൾ അവിടെ ഇത് നാമജപത്തിന്റെയും നല്ല സംസ്കാരങ്ങൾ പഠിക്കുന്നതിന്റെയും ഒരു കേന്ദ്രം കൂടിയായി മറിയുമ്പോഴാണ് വീട് അർത്ഥമാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട് വിടുന്നതാണെന്ന് പറയാറില്ലേ, വിടുന്നതാണ് വീട്. ആ വിടുന്നതിന് മുൻപ്, ആ വീട് ഉപേക്ഷിക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാൻ സനാതന ധർമ്മം നമ്മളോട് പറയുന്നു. എത്രയെത്ര പുരാണങ്ങള്, എത്രയെത്ര ശാസ്ത്രങ്ങള്, വേദവ്യാസ മഹർഷിയുടെ സാധനാമണ്ഡലത്തിൽ വിരിഞ്ഞ ഗ്രന്ഥങ്ങള്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയി കുട്ടികളോട് ചോദിച്ചു, നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന്. നമ്മളെ അടിസ്ഥാനപ്പെടുത്തുന്ന സനാതന ധർമ്മമാണ് നമ്മൾ പറയുന്നു. ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അതിൽ നിന്നാണ് ബാക്കി എല്ലാം ഒഴുകിയെത്തിയത്. ഇപ്പൊ ബൈബിൾ ആരുടെ അടിസ്ഥാന ഗ്രന്ഥമാണെന്ന് പറഞ്ഞു, ഖുറാൻ ആരുടെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. പക്ഷേ സനാതന ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന, ഹിന്ദു ഒരു മതമല്ലെങ്കിലും ഒരു സംസ്കാരമാണെങ്കിലും ഇപ്പൊ റിലീജിയൻ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഹിന്ദു എന്ന് എഴുതേണ്ടി വരും അല്ലെ. അപ്പൊ അതിനൊരു അടിസ്ഥാന ഗ്രന്ഥമാണ് ഉണ്ടാകുമല്ലോ, അതിനൊരു പ്രമാണ ഗ്രന്ഥം ഉണ്ടാകുമല്ലോ, ഒരു ശാസ്ത്രം ഉണ്ടാകുമല്ലോ. ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വേദം തുടങ്ങി പുരാണ ഇതിഹാസങ്ങൾ വരെ ഒരു പരമ്പര നമുക്കുണ്ട്. വേദമാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. ഇനി അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പണ്ഡിതൻ മുതൽ പാമരന്മാർ വരെ അതിനെ അനുഷ്ഠിക്കുന്ന ഒരു രീതിയിലേക്ക് വളരെ എളുപ്പമുള്ളതാക്കി മാറ്റാൻ വേണ്ടി എത്ര നവോത്ഥാന സാരഥികളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ന്യായം, മീമാംസാ ശാസ്ത്രങ്ങള്, ധർമ്മശാസ്ത്രങ്ങള്, ഇതിഹാസ പുരാണങ്ങള്, ഇങ്ങനെ 18 തത്വങ്ങളിൽ അധിഷ്ഠിതമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥമെടുത്ത് നിത്യപാരായണം ചെയ്യുന്ന ഒരു സാധനാ മണ്ഡലമായി മാറുമ്പോഴാണ് കുടുംബത്തിന്റെ മഹിമ ഈ ഭാരത കുടുംബമായി, ഈ വിശ്വ കുടുംബമായിട്ട് നമുക്ക് അനാവരണം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അനുസന്ധാനം ചെയ്ത് ഈ പൈതൃകങ്ങള് സംരക്ഷിക്കുന്നവരായിട്ട് ഈ പൈതൃക രഥത്തിന്റെ തേരോട്ടത്തിൽ നമുക്ക് ഒരുമിക്കാം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരെ എന്നെ ശ്രമിച്ച എല്ലാ വ്യക്തിത്വങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം പറയുകയാണ്. ഇവിടെ ഇങ്ങനൊരു വേദി തന്ന് എന്നെ അനുഗ്രഹിച്ച ഇവിടുത്തെ സംഘാടകർക്കും എന്റെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി സംഘാടകരുടെ അനുവാദത്തോടുകൂടി നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. സാന്തിപ്പനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പാലക്കാട് പൈതൃക ജില്ല എന്നൊരു ആഹ്വാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന
ഒരു ഭാവമുണ്ട്. അതില് ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. 1 വർഷത്തോളം കാലമായി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്ത് ശ്രീശങ്കര വിഗ്രഹം 1 ലക്ഷം കുടുംബങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്ന ധർമ്മമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശങ്കരാചാര്യ വിഗ്രഹം നമ്മുടെ കുട്ടികള് നമ്മുടെ വീടുകളിലൊക്കെ ശങ്കരനെ അറിയണം. അദ്വൈതമത്തെ പുനരുദ്ധരിച്ച മഹാപുരുഷനെ, പുണ്യപുരാണ പുരുഷനെ അറിയുക എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വനിതാ സമ്മേളനത്തിന്റെ പ്രിയപ്പെട്ട ഉദ്ഘാടക വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ നെടുംതൂണായ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ശ്രീമതി രാധാദീദിക്ക് സമ്മാനിച്ചുകൊണ്ട് നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശങ്കര മന്ത്രത്തോടു കൂടി നിർത്തുന്നു. നമസ്കാരം.